കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിൽ നടന്ന പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ അനുമോൾ ജിഷിന്റെ മുൻപിൽ ഇരുന്ന് കണ്ണുനീരോടുകൂടി പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഒന്നുമില്ലെങ്കിലും 96 ദിവസം ഞാൻ അവരുടെ കൂടെ നിന്നതല്ലേ. ഞാൻ അവരോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് എന്തു വന്നാലും ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റേഴ്സിനെ കാണണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരാം നിങ്ങളുടെ കൂടെ സൗദിയിലേക്ക്. അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചതല്ലേ. എന്തിനാണ് ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ മേൽ കെട്ടിവെച്ചത്? എനിക്ക് ചത്ത് കളയണമെന്ന് തോന്നുന്നു. അനുമോൾ ഈ പറയുന്ന വാക്കുകൾ സത്യമല്ലേ? ഇത്രയും നാൾ ഇണപ്രാവുകളെ പോലെ നടന്നവർക്ക് എങ്ങനെ ഇത്രയും ക്രൂരമായി ആ പെൺകുട്ടിയെ ആക്രമിക്കുവാൻ തോന്നി? മാംസം കൊത്തി വലിക്കുവാൻ നിൽക്കുന്ന ശത്രുക്കളുടെ മുൻപിലേക്ക് ആ പെൺകുട്ടിയെ അവർ വലിച്ചെറിഞ്ഞു കൊടുക്കുകയായിരുന്നില്ലേ, പിച്ച് ചീന്തി നശിപ്പിച്ചു കളയുവാൻ വേണ്ടി? മനസാക്ഷി തരുമ്പ് പോലും അവശേഷിക്കുന്നവർക്ക് ഒരിക്കലും ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യാൻ കഴിയില്ല. അനുമോൾ അവർക്കെതിരെ എന്തെങ്കിലും ഒരു ഡേർട്ടി ഗെയിം കളിക്കുകയോ പരദൂഷണം പറയുകയോ അവരുടെ ഹൃദയം തകർക്കുന്ന രീതിയിൽ എന്തെങ്കിലും അവരെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ആദിലയും നൂറയും അനുമോളോട് ഇത്രയും ക്രൂരത കാട്ടിയത്? അതിൻ്റെ ഉത്തരം ഒന്നു മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരും അവരുടെ ഗെയിം കളിക്കുകയായിരുന്നു. അവർക്ക് മുന്നേറുവാൻ കൃത്യമായി അവരുടെ കയ്യിൽ കിട്ടിയൊരു ട്യൂളായിരുന്നു അനുമോൾ. അനുമോൾക്കൊട്ടും തന്നെ അത് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ അവസാന നിമിഷം വരെ വളരെ ഗംഭീരമായി അവർ അനുമോളെ വെച്ച് ഗെയിം കളിച്ചു എന്നുള്ളതാണ് സത്യം. പലപ്പോഴും അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒടുവിൽ നമ്മൾ മനസ്സിലാക്കിയത്, പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ അനുമോൾ പിണങ്ങിപ്പോകുമ്പോൾ അവർ പിന്നാലെ പോയി വീണ്ടും അനുമോളോട് ഇണങ്ങുമായിരുന്നു എന്നുള്ളതാണ്. ആദ്യമൊക്കെ നമ്മൾ കരുതിയിരുന്നത് അനുമോൾ അങ്ങോട്ട് ചെല്ലുകയായിരുന്നു എന്നാണ്. എന്നാൽ അവസാനമാണ് മനസ്സിലായത് അങ്ങനെയല്ല, അവർ തന്നെയാണ് അനുമോളുടെ അരികിലേക്ക് വരുന്നതെന്ന്. എന്തിനായിരുന്നു അനുമോളെ അവർ ചേർത്ത് നിർത്തുവാൻ ശ്രമിച്ചത്? അനുമോൾ അകന്നു മാറിയിട്ട് വീണ്ടും വീണ്ടും കാല് പിടിച്ച് അങ്ങോട്ട് ചെന്നത് എന്തിനായിരുന്നു? അനുമോളുടെ ഫെയിം തന്നെയായിരുന്നു. അത് വെച്ച് പരമാവധി കളിക്കുക, ആ കളിയായിരുന്നു അവിടെ നടന്നത്. അനുമോൾക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അനുമോൾക്കെന്നുള്ളത് പോട്ടെ, പ്രേക്ഷകർക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അനുമോളുടെ ഫെയിം അവർ യൂസ് ചെയ്യുകയായിരുന്നു എന്ന് പലപ്പോഴും നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും ബ്രില്യൻ്റ് ആയി അതിനെ ഒരു ഗെയിമാക്കി മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞു എന്നുള്ളത് അത് പ്രേക്ഷകരായി നമുക്കും മനസ്സിലായില്ല. അവസാന ആഴ്ചയിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു അവർ മനസ്സിൽ പ്ലാൻ ചെയ്തു വെച്ചത്, അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞു. മറ്റെല്ലാവരും അനുമോളെ ആക്രമിച്ചാലും അവർക്കത് പൊറുക്കുവാൻ കഴിയും, മറക്കുവാൻ കഴിയും. പക്ഷേ കൂടപ്പിറപ്പുകളെ പോലെ ചേർത്ത് പിടിച്ച ആദിലയും നൂറയും അവരത് ചെയ്തപ്പോൾ ആ സങ്കടം അനുമോൾക്കുള്ളിൽ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. ഒന്നാം സീസൺ മുതൽ ഇതുവരെയുള്ള ഗെയിമുകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്രയും ഭയാനകവും മനസാക്ഷിരഹിതവുമായ ഒരു സീസൺ ഇതുവരെയും കണ്ടിട്ടില്ല. ഇത്രയും സീസൺ നമ്മൾ കണ്ടു, പക്ഷേ ഒരു സീസണിലും ഇതുപോലെ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല. അത്രമാത്രം മനസാക്ഷിയില്ലാത്ത മനുഷ്യരുടെ ഇടയിൽ കിടന്ന് ആ പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെടുകയായിരുന്നു. പലപ്പോഴും എനിക്ക് മരിച്ചാൽ മതി എന്ന് വിളിച്ചു പറയുകയും രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു പഴുതിനു വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ വെള്ളത്തിൽ കിടക്കുന്ന ഒരു പരൽമീനെ പിടിച്ച് കരയിലേക്കിട്ടാൽ ജീവശ്വാസത്തിന് വേണ്ടി അത് പിടയുന്നത് പോലെ കഴിഞ്ഞ 2 ദിവസം അനുമോൾ എന്ന മത്സരാർത്ഥി ബിഗ് ബോസ് വീടിനുള്ളിൽ കിടന്ന് പിടയുകയായിരുന്നു. ഒരു വേള ആക്രമണങ്ങളെല്ലാം ഏറ്റുവാങ്ങിയിട്ട് അവൾ സ്വയം ധൈര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ കരയില്ല, എന്തു വന്നാലും കരയില്ല, എൻ്റെ മനസ്സിപ്പോൾ കല്ലായിട്ടിരിക്കുകയാണ്. പക്ഷേ താൻ ഏറ്റവും അധികം സ്നേഹിച്ച 2 പേർ ഇന്ന് അവിടെ തന്റെ ശത്രുക്കളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അനുമോൾ തകർന്നുപോയി. അവർക്ക് വേദന അടക്കുവാൻ കഴിയാതെ ശക്തി ചോർന്നു പോകുന്ന സമയം വരെയോളം കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ടിട്ടും തെല്ലും മനസാക്ഷിയില്ലാതെ നൂറ ദൂരെ മാറിയിരിക്കുന്ന കാഴ്ചയും കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ആദിലയുടെയും നൂറയുടെയും ഗെയിമായിരുന്നു. അല്ലെങ്കിൽ ഇത്രമാത്രം വേദനിപ്പിക്കുവാൻ തക്കവണ്ണം അനുമോൾ അവർക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. അതുമാത്രവുമല്ല, അവർക്കൊരു താങ്ങും തണലുമായി എപ്പോഴും കൂടെ നിൽക്കുകയും ചെയ്തു. കഴിഞ്ഞ 96 ദിവസക്കാലം ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ കണ്ട അനുമോൾ ആരുടെയും നുണ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. തന്നെ ക്രൂരമായി വേട്ടയാടിയ വ്യക്തികളെക്കുറിച്ച് പോലും അനാവശ്യങ്ങൾ പറയുവാൻ താൻ തയ്യാറായിട്ടില്ല. എന്നാൽ പലപ്പോഴും തൻ്റെ വായിലൊന്നും പറയുവാൻ പാടില്ലാത്ത പല വാക്കുകളും വീണിട്ടുണ്ട്. അത് ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ട സമയങ്ങളിൽ, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ആ വ്യക്തികളുടെ മുഖത്ത് നോക്കി തന്നെയാണ് പറഞ്ഞത്. അക്ബറിനെതിരെ പറയുവാൻ പാടില്ലാത്ത ചില വാക്കുകൾ അനുമോളുടെ വായിലൊന്ന് വീണിട്ടുണ്ട്. ആര്യനെക്കുറിച്ചും ജിസൈലിനെ കുറിച്ചും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അതും അവരുടെ മുഖത്ത് നോക്കിയായിരുന്നു. എന്തിനേറെ പറയുന്നു, ലാലേട്ടന്റെ അനുമോളോടുള്ള മനോഭാവത്തെക്കുറിച്ചും ബിഗ് ബോസിന്റെ ഫേവറിറ്റിസത്തെക്കുറിച്ചും തന്റെ മനസ്സിൽ തോന്നിയത് ക്യാമറയുടെ മുൻപിൽ തുറന്നു പറയുവാനുള്ള ആർജവം അനുമോൾ കാണിച്ചു. പലരോടുമുള്ള ബിഗ് ബോസിന്റെ ചിറ്റമ്മ നയങ്ങളും പലരും തുറന്നു പറയുവാൻ മടിച്ചപ്പോൾ അനുമോൾ ആ വികാരം മറച്ചുവെക്കാൻ തയ്യാറായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് എല്ലാവരും ചേർന്ന് ചവിട്ടി മെതിച്ചു കളഞ്ഞത്. നൂറ ഒരു പക്ക ഗെയിമർ ആയിരുന്നു എന്ന് ഇന്ന് തെളിയിക്കപ്പെടുകയായിരുന്നു. എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല, നമ്പർ എഴുതിയ ടിഷ്യൂ പേപ്പർ നൂറയോട് അനുമോൾ ചോദിച്ച് മടങ്ങിപ്പോയ സമയം, ആ സമയത്ത് ശൈത്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നൂറ എന്തിനാണ് കരഞ്ഞതെന്ന്.
എത്ര ആൾക്കാരാണ് ആ സമയത്ത് നൂറയെ ആശ്വസിപ്പിക്കുവാൻ തന്റെ കൂടെ കൂടിയത്? എന്നാൽ അടുത്ത നിമിഷം ആ കുട്ടി എന്തായിരുന്നു അവിടെ കാട്ടിക്കൂട്ടിയത്? അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത നൂറ ടിഷ്യൂ പേപ്പർ വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിച്ചു എന്ന് ലോകം മുഴുവൻ കേൾക്കെ വിളിച്ചു പറഞ്ഞ നൂറ അടുത്ത നിമിഷം ഓടിപ്പോയി ആ ടിഷ്യൂ പേപ്പർ ഒളിപ്പിച്ച സ്ഥലത്തുനിന്നും എടുക്കുന്നു, അത് മറവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ലോകം മുഴുവൻ ആ കാഴ്ച കണ്ടു. ബിഗ് ബോസ് എപ്പിസോഡിൽ അത് കാണിച്ചില്ല. നൂറയ്ക്ക് വേണ്ടി അത്രയും ഒരു ഫേവർ ബിഗ് ബോസ് ചെയ്തു കൊടുത്തു. പക്ഷേ എപ്പിസോഡിൽ അത് പ്രദർശിപ്പിച്ചില്ലെങ്കിലും നിമിഷ നേരം കൊണ്ട് ലോകം മുഴുവൻ അത് കണ്ടു. എന്തായാലും അവസാന നിമിഷം ബിഗ് ബോസ് വീട്ടിൽ നടന്നത് നാടകീയമായ രംഗങ്ങളാണ്. പലരെയും ലോകത്തിന്റെ മുൻപിൽ ബിഗ് ബോസ് തുറന്നു കാട്ടുകയായിരുന്നു. വളരെ വ്യക്തമായി പ്ലാൻ ചെയ്തു കൊണ്ടുവന്ന് നടപ്പാക്കിയ പദ്ധതികളെല്ലാം കണ്ണിന്റെ മുൻപിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു എന്ന് കണ്ടപ്പോൾ കട്ടപ്പ വിളിച്ചു പറയുകയാണ്, ബിഗ് ബോസ്, ഈ വീടിന്റെ പ്രധാന വാതിൽ എനിക്ക് വേണ്ടി ഒന്ന് തുറന്നു തരാമോ? എനിക്ക് വീട്ടിൽ പോകണമെന്ന്. അതെ, കാര്യങ്ങളെല്ലാം ശൈത്യയ്ക്ക് വ്യക്തമായി. ആ സമയത്ത് രണ്ട് സങ്കടങ്ങളായിരുന്നു ശൈത്യയുടെ മനസ്സിലുണ്ടായിരുന്നത്. ഒന്ന്, ഇതെല്ലാം അനുമോൾക്ക് പോസിറ്റീവായി മാറും എന്നുള്ളതും. രണ്ട്, ആദിലയ്ക്ക് നെഗ്ഗടിക്കുമെന്നും. ആദിലയ്ക്ക് മാത്രമല്ല നെഗ്ഗടിച്ചത് കേട്ടോ. വിഷപ്പാമ്പിനേക്കാൾ 10 മടങ്ങ് വിഷം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ആ വീടിനകത്തേക്ക് കയറിയ ശൈത്യയ്ക്കും സരികയ്ക്കും ശാരികയ്ക്കും ബിന്നിക്കും ആര്യനും ബിൻസിക്കും അപ്പാനിക്കും ഉൾപ്പെടെ എല്ലാവർക്കും നെഗറ്റീവ് അടിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ പുറത്തേക്ക് നാളെ ഇറങ്ങി വരുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ലോകത്തിന്റെ സ്നേഹോപഹാരങ്ങളായിരിക്കില്ല, വെറുപ്പിന്റെയും പുച്ഛത്തിന്റെയും അടങ്ങാത്ത രോഷ പ്രകടനങ്ങളായിരിക്കും. ഇത്രമാത്രം ഇങ്ങനെ തരം താഴുവാൻ എങ്ങനെ മനുഷ്യർക്ക് കഴിയും? ഒരു സഹജീവി വേദന സഹിക്കുവാൻ കഴിയാതെ അലറിക്കരയുമ്പോൾ അത് നോക്കി മുൻപിൽ നിന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുവാൻ കഴിയുന്ന മനുഷ്യർ. ചങ്കെടുത്ത് കാട്ടിയാലും ചെമ്പരത്തിപ്പൂവെന്ന് പറയുന്നത് പോലെ അപ്പോഴും അവൾ ഡ്രാമ കാണിക്കുന്നു എന്ന് പറഞ്ഞവർ. സത്യത്തിൽ ഈ ആര്യന്റെയൊക്കെ മനസ്സ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രമാത്രം ടോക്സിസിറ്റി ഇവന്റെയൊക്കെ മനസ്സിൽ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്തിന്റെ പോക്കിൽ ഇവൻ ഈ സമൂഹത്തിന് തന്നെ ഭീഷണിയായി മാറില്ലേ? വളരെ വളരെ സാഡിസ്റ്റ് മെന്റാലിറ്റിയുള്ള ഒരുത്തനാണ് അയാൾ. താൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട ഒരു മൂലയിലിരുന്നു കൊണ്ട് ഒരു പെൺകുട്ടി പൊട്ടി കരയുമ്പോൾ അവളുടെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുവാനും ഗോഷ്ടികൾ കാണിക്കുവാനും ഡാൻസ് കളിക്കുവാനും സാഡിസ്റ്റ് അല്ലാത്ത ഒരു മനുഷ്യന് കഴിയില്ല. ഹോ, എന്തൊരു ക്രൂര വിനോദമാണത്! അവരന്റെ വേദന കാണുമ്പോൾ ചിരിക്കുവാൻ തോന്നുന്ന ഒരുതരം വൃത്തികെട്ട മനോഭാവം. ഇത് തന്നെയായിരുന്നു മുൻപ് ആക്ടിവിറ്റി റൂമിൽ ശൈത്യ തന്റെ കഥകൾ പറയുമ്പോൾ അവനിൽ നിന്നും പുറത്തു വന്ന വികാരം. അപ്പോഴും അവൻ പൊട്ടിച്ചിരിച്ചു. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ അവന് സുഖം തോന്നും. മറ്റുള്ളവർ ഇല്ലാതെയാകുമ്പോൾ അവന്റെ മനസ്സിൽ ആശ്വാസം പടരും. ഈ സീസണിൽ ഏറ്റവും അധികം വെറുപ്പുളവാക്കിയ നിമിഷങ്ങളിൽ ചിലതായിരുന്നു ആര്യന്റെ ഇത്തരം ക്രൂര വിനോദങ്ങൾ. എന്തായാലും കുത്തിമുറിവേൽപ്പിക്കുവാൻ വേണ്ടി ഓടിക്കൂടിയ കടന്തൽ കൂട്ടങ്ങൾ ആക്രമണം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയിട്ടുണ്ട്. അല്ല, ബിഗ് ബോസ് അവരെ മടക്കി അയച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഒരു ദിവസം കൂടി അവിടെ നിൽക്കുവാൻ അവർക്ക് അനുവാദം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെ. അനുമോൾക്ക് ഇനി വിശ്രമിക്കാം. ഇവറ്റകളെ എല്ലാം ഇറക്കി വിടുവാൻ തുടങ്ങുന്ന സമയത്ത് ബിഗ് ബോസ് വളരെ രസകരമായൊരു ഡയലോഗ് അടിച്ചു. അതെനിക്ക് വല്ലാത്ത ചിരി ഉളവാക്കി. ബിഗ് ബോസ് വീട്ടിൽ വിരിഞ്ഞ മനോഹരമായൊരു പൂവ് ദിവസങ്ങൾ മുൻപോട്ട് പോകുന്നതിനിടയിൽ അതിന്റെ ഓരോരോ ഇതളുകളും അടർന്നു വീണുകൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒടുവിൽ ഒരു പൂവിന്റെ മനോഹാരിതയോടുകൂടി വീണ്ടും എല്ലാവരും ഒരുമിച്ചു എന്ന്. ആ ഒരു വാക്ക് ഈ ലോകത്തിൽ ബിഗ് ബോസിനല്ലാതെ മറ്റാർക്കെങ്കിലും പറയുവാൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരിക്കലും ഒരു പൂവല്ല ബിഗ് ബോസ്. ഈ കൂടിവരവിനിടുവാൻ പറ്റിയൊരു പേര് മലയാളിയുടെ നിഘണ്ടുവിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം വിശേഷിപ്പിക്കുവാൻ വാക്കുകളില്ല ഈ കൂട്ടായ്മയ്ക്ക്. എന്നിട്ടും ഇതിനെ ഒരു പൂവായിട്ടാണ് ബിഗ് ബോസ് കരുതുന്നതെങ്കിൽ ദയവ് ചെയ്ത് കൂപ്പുകൈകളോടുകൂടി ഒരപേക്ഷയുണ്ട്. ഇത്തരത്തിലുള്ള ശവന്നാറി പൂവുകൾ ഇനിയുള്ള സീസണുകളിലെങ്കിലും ആ വീട്ടിനകത്ത് വരാതിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ക്യാമറയുടെ മുൻപിലായതുകൊണ്ട് ഇത്രയും മാത്രമേ സംഭവിച്ചുള്ളൂ. അതില്ലാത്തിടത്തായിരുന്നുവെങ്കിൽ അവർ ഭീകരന്മാരായി മാറിയനെ. അവരുടെ മുൻപിലെത്തുന്ന ഓരോ മനുഷ്യരെയും അവർ കശാപ്പ് ചെയ്ത് കളഞ്ഞേനെ. അത്രമാത്രം വിഷലിപ്തമായ മനസ്സിന്റെ ഉടമകളാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയവരിൽ ഭൂരിപക്ഷം ആൾക്കാരും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.